രേവതി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഇന്നത്തെ ദിവസം ലാലേട്ടൻ ഇറങ്ങിപ്പോയത് എന്തിനാണെന്നായിരുന്നല്ലോ ചോദ്യം. എന്തിനായിരുന്നു? ഒന്നിനുമല്ല, വെറുതെ. ലാലേട്ടന് മിക്കവാറും നമുക്ക് അറ്റാക്ക് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പാവ ലാലേട്ടൻ എല്ലാവരും കൂടെ ചീത്ത വിളിക്കും. അതിന് വേണ്ടി ചെയ്തതാണ്, കണ്ടന്റിന് വേണ്ടി പാവം നിന്നു കൊടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നു. ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നൂറയ്ക്ക് ഇമോഷണത്തെ നൂറ തെറ്റിച്ചു, എന്നാൽ ഇത്രയ്ക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറ, ഗെയിമിന്റെ കാര്യമൊക്കെ എന്തെന്നാണ്? എൻ്റെ ദൈവമേ, ഗെയിം ഇനി ടേൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലേ ഷെബി? ടോപ്പ് 5 അല്ലെങ്കിൽ വിന്നർ വരെ കണ്ടുപിടിക്കേണ്ട സമയമാണ്. 50 ദിവസം കഴിഞ്ഞു. അത് മാത്രമല്ല, ഓരോരുത്തരുടെ ഗെയിമും വ്യക്തമായി കളിക്കേണ്ട സമയമായി. ആ സമയത്താണ് നമ്മുടെ അനീഷിനെ തകർത്ത് കളഞ്ഞത്. തകർത്ത് കളഞ്ഞു നമുക്കറിയില്ല, തകർക്കാനുള്ള പുള്ളി വീണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീണതായിട്ടല്ലേ? പലർക്കും അനീഷിന്റെ ഫാൻസുകാർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. എന്നാലും അവർ വന്ന് താഴെ വന്ന് കിടന്ന് പറയുവേ, താഴെ വന്ന് ഇപ്പം ഞാൻ റിവ്യൂ ഇട്ടല്ലോ, എൻ്റെ താഴെ വന്ന് അവർ പറഞ്ഞു അനീഷ് അങ്ങനെയൊന്നും വീഴൂല. വീഴാതിരുന്ന അനീഷിന് കൊള്ളാം അല്ലേ ഷെബി? അതേ പറയാനുള്ളൂ. ആദ്യത്തെ 2 ആഴ്ച വീട് ഉറപ്പിച്ച മനുഷ്യനാണ്. അതെ. അതുകൊണ്ടാണ് അനീഷ് നല്ല കാലിബർ ഉണ്ടായിരുന്നു, നമ്മൾ വിന്നർ ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പിടിയുമില്ല കേട്ടാ. കാര്യം അവിടെ കയറി കളിച്ചത് ഷാനവാസ്. എങ്ങനെ ഷെബി? ഷാനവാസിന്റെ കളിയിൽ പുള്ളി വീണു, അത്രയും പറഞ്ഞു. അതെ പറഞ്ഞു, ശരിയാണ്. ഷാനവാസ് കയറി കളിച്ചു. അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെയാണ്, പക്ഷെ നമുക്കൊരു ഗെയിം വേണം. ഇതിപ്പോൾ അനീഷിൻ്റെ കണ്ണ് കെട്ടിയതുപോലെ ആവും. ഇനി അങ്ങോട്ടുള്ളതിൽ നമുക്കിത് കറക്റ്റ് ഇത് മനസ്സിലാവും. അങ്ങോട്ടുള്ള ഗെയിമിൽ നമുക്കിത് അനീഷ് വീണോ ഇല്ലേ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. അനീഷിൻ്റെ ഡിസിഷൻ, അനീഷ് തെറ്റിൻ്റെ കൂടെ നിൽക്കുമോ, ഷാനവാസിൻ്റെ കൂടെ നിൽക്കുമോ, അതോ ഷാനവാസിന് തെറ്റ് കണ്ടുപിടിച്ചാൽ തെറ്റാണെങ്കിൽ ഷാനവാസിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കും എന്നൊക്കെ അറിയണം. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം ആരുടെയൊക്കെ ഗെയിമുകൾ മാറി എന്ന് പറ ഷെബി. ആരുടെയൊക്കെ ഗെയിം മാറി? 50 ദിവസത്തിൽ വ്യത്യാസം വന്നത് അനീഷിന്റെ ഗെയിം മാറി. ഞാൻ നല്ലതായിട്ട് മാറിയത് അനുവിന്റെ കാര്യമാണ്. അനുവിന്റെ ഗെയിം നന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ അനു ലൈവിലിരുന്ന് പറയുന്നുണ്ട്, ശോഭ ചേച്ചിയും ഷിയാസക്കൊക്കെ പറഞ്ഞ് ഇനി എല്ലാവരോടും മിങ്കിൾ ചെയ്യണം, ആ കുട്ടി നല്ല ട്രാക്കിൽ പോവേണേ. പക്ഷേ ആദില കയറി ഇടപെടുന്നുണ്ട്. ആദില ഇവിടെ അനുവിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഗെയിമിൽ. അതായത് ആദിലയുടെ ശത്രു അനുവിൻ്റെ ശത്രുവാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ആദിലയുടെ ഗെയിമിൽ അനു വീണ അനുവിന് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് കിട്ടും. കാര്യം അനു ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് നല്ലത്. ഇനി പിന്നെ നല്ലതായത് ആരുടെയാണ്? ലക്ഷ്മിയുടെ ഗെയിം നല്ല രീതിയിൽ യൂട്ടേൺ അടിച്ചിട്ടുണ്ട്. ലക്ഷ്മി ഇപ്പം ചിരിക്കാൻ തുടങ്ങി, റിലാക്സ് ആവാൻ തുടങ്ങി അല്ലേ? ലക്ഷ്മിയുടെ ബോഡി എല്ലാം അങ്ങ് കൂളായി, ലക്ഷ്മി ഒരു സോഫ്റ്റായി. ലക്ഷ്മി ആ കണ്ടസ്റ്റൻസിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ്. നല്ല ലക്ഷണം, ഒരാളായി. അതെ. പിന്നെ ആരുടെയാണ്? ഇവരുടെ 2 പേരുടെയാണ് പ്രകടമായ മാറ്റം. ആദിലയും നൂറയും ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ. ഇത്രയും ദിവസം അവരില്ലായിരുന്നു. ഈ 2 ആഴ്ച കൊണ്ട് ആദിലയും നൂറയും ഗെയിമിലേക്ക് ഇറങ്ങുകയാണ്. ആദില, നൂറ, ഷാനവാസ് ഈ 3 പേരും ഏകദേശം അവരുടെ ടാർഗറ്റുകളെല്ലാം ഒന്നല്ലേ? അവരുടെ ടാർഗറ്റ് ഒന്നാണ്. പക്ഷെ ഇതേപോലെ ഇവരാക്കി തീർക്കാൻ അനുവിനെ നോക്കുന്നുണ്ട്. പക്ഷെ അനു ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും അനുവിന് നല്ലത്. ഷാനവാസിന്റെ ഗെയിം ഇപ്പൊ ആദിലയുടെയും കൂടെ നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും മാറാം ഷാനവാസ്, എപ്പോൾ വേണമെങ്കിലും മാറാം. പിന്നെ അനീഷ് പാവം മാഞ്ഞു പോവാതിരുന്നാൽ മതി ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതൊക്കെ നമുക്ക് മറ്റന്നാളത്തെ വീക്കിലി ടാസ്കിൽ കാണാൻ പറ്റും. വീക്കിലി ടാസ്ക് ആയിരിക്കും നിർണായകം. ആദിലയും നൂറയും ഷാനവാസിന്റെ കൂടെ ഷാനവാസിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം. അപ്പോൾ ഗെയിമായിട്ട് ഇപ്പം കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഗെയിമായിട്ടേ കാണുമ്പോൾ. ഇത് ഒരു ബിഗ് ബോസ് പുറത്തിറങ്ങുമ്പോഴല്ലേ അവർ ഫ്രണ്ട്സ് ആവുന്നത്. അവർക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒന്നിച്ച് നിൽക്കുക. കാര്യം അവരുടെ ടാർഗറ്റ്സ് ഒക്കെ ഒന്നാണ്. അക്ബറിന് അഗൻസ്റ്റാണ് അവർ കളിക്കുന്നത്. ഷാനവാസ്, ആദില, നൂറ അവർ 3 പേരും അക്ബറിന് അഗൻസ്റ്റായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവരൊന്നിച്ച് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഷാനവാസിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് അനീഷായിരുന്നു, അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അക്ബറിന് അഗൻസ്റ്റ് ആയിരിക്കും ഷാനവാസ് കളിക്കുന്നത്. അങ്ങനെയല്ലേ കളിക്കേണ്ടത്. ആദ്യം നൂറയൊന്നും ഷാനവാസിന് വലിയ ഇതൊന്നും ടാർഗറ്റൊന്നും അല്ല. അത് അവസാനം അങ്ങ് മാറിപ്പോയാൽ പോരെ, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഉള്ളത്? ലാലേട്ടന് ഈ ഷാനവാസ് ഉന്നയിച്ച ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നെങ്കിൽ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ബന്ധം പ്രശ്നം ഉണ്ടായേനെ, മുറിഞ്ഞേനെ. അതെ, അത് ശരിയാണ് കേട്ടോ. ഗെയിം മാറിയേനെ. മറ്റേ നിവിന്റെ കാര്യം ഇന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഷാനവാസ് തന്നെ പറഞ്ഞില്ല, ലാലേട്ടൻ നമ്മളെ 3 പേരെയും വറുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്, വരുമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ? എന്നിട്ട് ഷാനവാസ് ആ സമയത്ത് സമാധാനിച്ചു. അതായത് ചെയ്തില്ലല്ലോ, നല്ല രീതിയിൽ തന്നെ കൂളായിട്ട് ഈ ചീന കേസൊക്കെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ അനീഷിന് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേനെ ഷാനവാസുമായിട്ട്. പക്ഷെ ഇപ്പം അനീഷ് പാവ, അയാൾ ഷാനവാസിനെ കുഴപ്പമൊന്നുമില്ല,
ഷാനവാസ് മാപ്പ് പറഞ്ഞല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ, മാപ്പല്ല ഖേദം പ്രകടിച്ചല്ലോ. അപ്പോൾ ഷാനവാസ് എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ നല്ല ഫ്രണ്ടായിട്ട് തന്നെ ബിഗ് ബോസ് അവരെ കോംബോ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ ബിഗ് ബോസിന്റെ കളിയാണിത്, ഇത് ബിഗ് ബോസിന്റെ കളിയാണ്. ബിഗ് ബോസ് ഇവരെ കോംബോ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് സംഭവം കേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം, ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് നടന്നത്. ഇനി നാളെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നാളെ നോമിനേഷൻസ് ആണ്. ഇവിടെ അഭിയും സോനിയിലും ഇരുന്ന് ഈ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഇവർക്ക് ഈ നോമിനേഷൻ ഡിസ്കഷനൊക്കെ അലൗഡ് ആണോ? കഷ്ടം തന്നെ. എന്തായിരുന്നാലും നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഉടനെ തന്നെ. അപ്പോൾ അതുവരേക്കും ബൈ.